മോദിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് മിനിമം വേതനം തരും, മോദിയല്ല ഞങ്ങൾ. രാഹുൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ എല്ലാവർക്കും മിനിമം വരുമാനം ഉറപ്പാക്കുമെന്ന ഉറപ്പുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്തെത്തി. എല്ലാ പൗരന്മാരുടെയും വരുമാനം കണക്കാക്കി മിനിമം വരുമാനത്തിൽ താഴെയുള്ളവർക്ക് മിനിമം വരുമാനം സർക്കാർ നേരിട്ട് നൽകുമെന്നാണ് തമിഴ്നാട്ടിൽ നാഗർകോവിലെ തിരഞ്ഞെടുപ്പ് റാലികൾ സംസാരിക്കവേ രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിരിക്കുന്നത്. തമിഴ് സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തകർക്കാനാണ് ചില കക്ഷികളുടെ ശ്രമമെന്നും രാഹുൽ ആരോപിച്ചു. തമിഴ് ഭാഷയെ തകർക്കാൻ നരേന്ദ്രമോദിയെയും RSSനെയും ആരും അനുവദിക്കില്ല. ഒരു ഭാഷ മാത്രം മതിയെന്നാണ് മോദിയുടെ നയമെന്നും രാഹുൽ ആരോപിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് തുടങ്ങുമെന്നും രാഹുൽ ഗാന്ധി വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തിനായി ചിലവഴിക്കുന്ന തുകയുടെ തോത് വളരെ കുറവാണെന്നും ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇത് വർദ്ധിപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. വിദ്യാഭ്യാസ രംഗം കൂടുതൽ സ്വതന്ത്രമാകേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ തൊഴിൽ മേഖലയിലും 33% സ്ത്രീ സംവരണം പൂർണ്ണമായും നടപ്പാക്കും. മോദിയുടെ എല്ലാ നയങ്ങളും സമ്പന്നരെ സഹായിക്കാനാണ്. ഇൻഷുറൻസ് മേഖലയും അനിൽ അംബാനിക്ക് കൈമാറുന്നത് ഇതിന്റെ തെളിവാണെന്നും രാഹുൽ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ചർച്ച ചെയ്ത സാർവത്രിക വരുമാന പദ്ധതിയെക്കുറിച്ച് നാഗർകോവിലിൽ രാഹുൽ ഗാന്ധി പരാമർശിച്ചു. കുടുംബങ്ങൾക്കായി മിനിമം വരുമാന രേഖ ഉണ്ടാക്കും. ഇതിന് താഴെയുള്ളവർക്ക് പ്രതിമാസ നിശ്ചിത വരുമാനം ഉറപ്പാക്കും. UPA സർക്കാർ വന്നാൽ പണക്കാർക്കല്ല, മറിച്ച് അർഹതയുള്ള എല്ലാവർക്കും ബാങ്ക് വായ്പ നടപ്പാക്കും. എന്നാൽ രാജീവ് ഗാന്ധി വധക്കേസ് പ്രതികളോട് വ്യക്തിപരമായ വിരോധമില്ലെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. അവരുടെ ജയിൽ മോചനം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് സർക്കാരും നീതിന്യായ സംവിധാനവുമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. നരേന്ദ്രമോദിക്കും BJP സർക്കാരിനുമെതിരായ രാജ്യത്തെ ജനങ്ങളുടെ പോരാട്ടം കോൺഗ്രസ് കേരളത്തിൽ തുടങ്ങുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഈ പോരാട്ടത്തിൽ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. സഖ്യകക്ഷികളുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF അനായാസം വിജയം നേടും. സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളെ LDF മോശമായി കൈകാര്യം ചെയ്യുന്നുവെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുന്നു. ശബരിമല അടക്കം പാരമ്പര്യം വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ താൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ പരസ്പരം സംസാരിച്ചു സമന്വയം ഉണ്ടാക്കുമെന്നാണ് കോൺഗ്രസുകാരൻ എന്ന നിലയിൽ തനിക്കുള്ള ആത്മവിശ്വാസവും ആഗ്രഹവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ബംഗാളിൽ CPMുമായി ധാരണയാകുകയും കേരളത്തിൽ ശത്രുകയും തുല്യം ചെയ്യുന്ന കോൺഗ്രസ് നിലപാടിൽ ഭിന്നത കാണുന്നില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.